ഹലോ, അമയാസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി, എല്ലാവരുടെ വീട്ടിലും നമ്മൾ റേഷൻ കടയിൽ നിന്ന് പച്ചരി മേടിക്കുന്നവരല്ലേ. അപ്പോൾ നമുക്ക് പച്ചരിയും കൊണ്ടൊരു തക്കാളിച്ചോറ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ കുറച്ച് റെസിപ്പികളുണ്ട് തയ്യാറാക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് പച്ചരിയും കൊണ്ടാണ് നമ്മളിവിടെ തക്കാളിച്ചോറ് വെക്കുന്നത്. റേഷൻ കടയുടെ പച്ചരി. അതിന് വേണ്ടൊരു 1.5 ഗ്ലാസ് പച്ചരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ചോറ് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് അളവില്ല, കാരണം നമ്മളിത് ഊറ്റിയെടുക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ആ ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളം അടുപ്പത്തേക്ക് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടിലെ എല്ലാ ഐറ്റംസും കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം, എങ്കിലേ ചോറിനകത്ത് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് അളിഞ്ഞു പോകരുത്. ഒരു പരുവ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചോറിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പരുവം പോലെ ഇരിക്കണം, ഒട്ടിയൊന്നും പിടിക്കാതെ. എന്നുണ്ടോ, എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് ഞെക്കുകൊള്ളുന്ന രീതിയിൽ വേണം വെന്ത് കിട്ടാൻ. ഇനി നമുക്കിത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തക്കാളി ചോറ് വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി കുറച്ച് നെയ്യ് ആദ്യം ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ തന്നെ ചെയ്യാൻ നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നെയ്യില്ല, ഓയിലാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യിലാണ് ചെയ്യുന്നത്. പകുതി ഓയിലും പകുതി നെയ്യിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ കൊച്ചു പീസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ഇങ്ങനെ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴരാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴരണ്ട. ഇത് രണ്ടുകൂടി ഞാൻ ഒരുമിച്ച് ഇട്ടെന്ന് വെച്ചാൽ തക്കാളി നമുക്ക് ഒരുപാട് വെന്തുടഞ്ഞ് പോകണ്ട. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ വേണം കിട്ടാൻ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ രണ്ട് വഴറ്റിയത് ഈ ഒരു പരുവം വരെ വഴറ്റാവും. ഇത് കൂടുതലൊന്നും നമുക്ക് വഴന്നു പോകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തത്. ഇനി ഈ 3 പൊടികളും കൂടി പച്ചമണം പോകുന്നതും വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറും മിക്സും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറൊന്നും നമ്മുടെ ഇവിടെ വെന്ത് പോയിട്ടൊന്നുമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളി ചോറ് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും കാണും റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി, തക്കാളിയും നെയ്യും ഒക്കെ കാണും. അപ്പോൾ അത് വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വരുന്നിടം വരെ ബൈ. അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.